തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടിയെന്ന വിവാദ പ്രസംഗത്തിൽ ജി സുധാകരനെതിരെ കേസെടുക്കും. നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. ജനപ്രാതിനിധ്യ നിയമത്തിലെ 4 വകുപ്പുകൾ ചുമത്തിയേക്കും. ശരത് എസ് വിവരങ്ങളുമായുണ്ട്. ശരത്, ഇപ്പോൾ കൃത്രിമം കാട്ടിയെന്ന വിവാദ പ്രസംഗത്തിൽ ജി സുധാകരനെതിരെ കേസെടുക്കുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. പ്രസംഗവുമായി ബന്ധപ്പെട്ട് വീണ്ടും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടോ? നിലവിൽ ഇന്നലെ ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രതികരണം, ഒരു പ്രസംഗത്തിൽ ഇതിന്റെ തിരുത്തലുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. പിന്നാലെ അദ്ദേഹം നിലവിൽ ഇതുവരെ പ്രതികരിക്കാനൊന്നും തന്നെ തയ്യാറായിട്ടില്ല. പക്ഷേ കേസെടുക്കണമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ തന്നെ നിയമോപദേശം തേടിയിട്ടുള്ളത്. ആലപ്പുഴ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനോടാണ് നിയമോപദേശം തേടിയിരിക്കുന്നത്. നിയമോപദേശം കൂടി കിട്ടിയാൽ കേസടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ജനപ്രാതിനിധ്യ നിയമത്തിലെ 4 വകുപ്പുകളാകും ജി സുധാകരനെതിരെ ചുമത്താനുള്ള സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് 1959 ജനപ്രാതിനിധ്യ നിയമം 128, 135, 135A, 136 തുടങ്ങിയ വകുപ്പുകളാകും ഒരുപക്ഷെ ചുമത്തുക. ഇത് നിയമോപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്തായാലും ഈ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ നിയമോപദേശം 10 മണിയോടുകൂടി ലഭിക്കുമെന്നുള്ളതായിരുന്നു മനസ്സിലാക്കിയത്. പക്ഷേ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. എന്തായാലും നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. അതിനിടെയാണ് ജി സുധാകരൻ എന്തായാലും ഈ വിഷയത്തിൽ ഒരു തിരുത്തലുമായി ഇന്നലെ രംഗത്ത് വരികയും ചെയ്തത്. അതായത് താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഒരു ജാഗ്രത നൽകുകയാണ്. അത് അല്പം ഭാവന കലർത്തി പറഞ്ഞു എന്നുള്ളതാണ് ജി സുധാകരൻ ഒരു തിരുത്തലുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അല്ലാതെ ഇത്തരത്തിൽ പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിക്കുകയോ അങ്ങനെ കള്ളവോട്ട് നടത്താനോ അല്ലെങ്കിൽ ഇത്തരം വോട്ടുകൾ തിരുത്താനൊന്നും തന്നെ താൻ ഒരു തരത്തിലും മുൻകൈ എടുത്തിട്ടില്ല. അത് നേതൃത്വം കൊടുക്കുന്ന ആളല്ല എന്നുള്ളതായിരുന്നു ജി സുധാകരൻ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്ന് മത്സരിച്ച KV ദേവദാസും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹവും പറയുന്നത്, അതായത് ജി സുധാകരൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് അറിയില്ല. പ്രസംഗം കേട്ടപ്പോൾ തന്നെ അത്ഭുതം തോന്നി എന്നുള്ളതായിരുന്നു KV ദേവദാസിന്റെ പ്രതികരണം. അങ്ങനെ ഒരു കാര്യവും സംഭവിക്കില്ല. അങ്ങനെ പോസ്റ്റൽ വോട്ട് പൊട്ടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ തിരുത്തുക എന്നുള്ളത് സംഭവിക്കാത്ത കാര്യമാണ്. പോസ്റ്റൽ വോട്ടുകൾ ശേഖരിച്ചു കൊടുക്കുന്നത് പതിവാണ്. പക്ഷേ അത് തരത്തിൽ തിരുത്താനല്ല എന്നുള്ളതും അദ്ദേഹം പറയുന്നു. ജി സുധാകരൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് തനിക്കറിയില്ല എന്നുള്ളതായിരുന്നു KV ദേവദാസിന്റെ പ്രതികരണം.